So hello guys, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സാംസങ് ഗാലക്സി S21 FEയുടെ യൂസ്ഫുൾ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് പോയിട്ട് ആദ്യം ചെക്കൗട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണുക. അതിനു മുമ്പേ നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴത്ത് കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു. സാംസങ് ഗാലക്സി S22ൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സിനെ പറ്റി പറഞ്ഞു തരൂ, സാംസങ് ഗാലക്സി M34ൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സിനെ പറ്റി പറഞ്ഞു തരൂ. അപ്പോൾ ഇതെല്ലാം സാംസങ് ഫോണിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ സാംസങ് ഗാലക്സി S21 FEയിൽ പറയാൻ പോണ ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് എല്ലാ സാംസങ് ഫോണിലും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യത്തെ ട്രിക്ക് പറഞ്ഞുതരാൻ പോണത് നമ്മുടെ സാംസങ് ഗാലക്സി S21 FE ആയിക്കോട്ടെ, വേറെ ഏത് സാംസങ് ഫോണും ആയിക്കോട്ടെ, നമ്മളിങ്ങനെ നോട്ടിഫിക്കേഷൻ ബാർ ഡൗൺ ആക്കുമ്പോൾ നമുക്ക് ബ്രൈറ്റ്നസ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഒന്നുകൂടി താഴത്തേക്ക് ആക്കണം. എന്നാലാണ് നമുക്ക് ബ്രൈറ്റ്നസ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേമാതിരി നമ്മൾ ഇങ്ങനെ താഴത്തേക്ക് ആക്കുമ്പോൾ ഡിവൈസ് കൺട്രോൾ ആൻഡ് മീഡിയ ഔട്ട്പുട്ട്, ഇത് നമുക്ക് അത്ര യൂസ്ഫുള്ളായ ഫീച്ചേഴ്സ് അല്ല. അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനും പറ്റും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിനെ ഡൗൺ ആക്കുക. അത് കഴിഞ്ഞിട്ട് ഈ 3 ഡോട്ട് ഉണ്ടല്ലോ, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ക്വിക്ക് പാനൽ ലേ ഔട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ബ്രൈറ്റ്നസ് കൺട്രോൾ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഷോ ഓൾവേസ് എന്ന് കൊടുക്കുക. അത് ഇതേമാതിരി നമ്മുടെ ഡിവൈസ് കൺട്രോൾ ആൻഡ് മീഡിയ ഔട്ട്പുട്ട് ബട്ടൺസ് ഇത് നമുക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡോണ്ട് ഷോ എന്ന് കൊടുത്തിട്ട് ഇവിടെ ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ ബാർ ഡൗൺ ആക്കുമ്പോൾ നമ്മുടെ ബ്രൈറ്റ്നസ് ലെവൽ കൂട്ടാനും കുറയ്ക്കാനും ഷോർട്ട് കട്ട് ഇവിടെ വന്നു കഴിഞ്ഞു. അതേമാതിരി നമ്മുടെ ഡിവൈസ് കൺട്രോൾ ആൻഡ് മീഡിയ ഔട്ട്പുട്ടിൻ്റെ ഓപ്ഷനും ഇവിടുന്ന് ഹൈഡായി കഴിഞ്ഞു. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ട്രിക്ക് നോക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ സാംസങ് ഗാലക്സി S21 FEയിലായിക്കോട്ടെ, വേറെ ഏത് സാംസങ് ഫോണിലും ആയിക്കോട്ടെ, നമുക്ക് ടോർച്ച് നമ്മൾ യൂസ് ചെയ്യുമല്ലോ. ഇപ്പോൾ ഈ ടോർച്ചിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ടോർച്ച് ഓണാക്കി കഴിഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോർച്ചിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റില്ലേ, ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്, ഡിക്രീസ് ആകുമ്പോൾ ഇങ്ങനെ ആക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് ലെവൽ ഇൻക്രീസ് ചെയ്യാനും പറ്റും, കുറയ്ക്കാനും പറ്റും ടോർച്ചിൻ്റെ. ട്രിക്ക് നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര പേർ ഓട്ടോ റൊട്ടേറ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഓട്ടോ റൊട്ടേറ്റിൽ ചെറിയൊരു ട്രിക്കാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇപ്പോൾ പോർട്രേറ്റ് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാറുണ്ടല്ലോ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ക്രീനൊക്കെ നമ്മൾ യൂട്യൂബ് വീഡിയോസ് എന്തെങ്കിലും കാണുകയെന്ന് വെച്ചാൽ ഓട്ടോ റൊട്ടേറ്റ് ആവുന്നതാണ്. പക്ഷേ നമ്മുടെ ഹോം സ്ക്രീന് ലോക്ക് സ്ക്രീനൊന്നും ഇങ്ങനെ ഓട്ടോ റൊട്ടേറ്റ് ആവില്ല. ഇപ്പോൾ നമ്മുടെ ഹോം സ്ക്രീനും ലോക്ക് സ്ക്രീനൊക്കെ ഓട്ടോ റൊട്ടേറ്റ് ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നമ്മളിവിടെ ഓട്ടോ റൊട്ടേറ്റിൻ്റെ മേലെ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഹോം സ്ക്രീൻ, ലോക്ക് സ്ക്രീൻ, വോയിസ് കോൾ സ്ക്രീന് ഒക്കെ ഇവിടെ ഓണാക്കിയിടുക. ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോം സ്ക്രീൻ ആയിക്കോട്ടെ, ലോക്ക് സ്ക്രീനൊക്കെ ആയിക്കോട്ടെ, നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇതുമാതിരി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ട്രിക്ക് നോക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ സാംസങ് ഗാലക്സി S21 FEയിൽ നമ്മുടെ ഈ സൈഡ് ബട്ടൺ ഉണ്ടല്ലോ, ഈ സൈഡ് ബട്ടൺ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ സൈഡ് ബട്ടൺ കൊണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ നോർമലി നമ്മൾ ഈ സൈഡ് ബട്ടൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ബിക്സ്ബി ആണ് ആക്ടിവേറ്റ് ആവുന്നത്. നമുക്ക് ടേൺ ഓഫ് ആക്കാൻ പറ്റില്ല ഫോണ്. അപ്പോൾ ആ സൈഡ് ബട്ടണിലത്തെ ഫങ്ഷൻസ് നമുക്ക് മാറ്റാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം സെറ്റിങ്സിൽ പോവുക. ഇവിടെ പോയിട്ട് സൈഡ് കീന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ സൈഡ് കീന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ വന്നു. അത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കാണാണ്ട് ഡബിൾ പ്രസിൻ്റെ ഓപ്ഷൻ, ഇത് ഓണാക്കി വയ്ക്കുക. ഓണാക്കി വയ്ക്കുക. ഇപ്പം ഞാനിവിടെ കാൽക്കുലേറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പ്രസ് ആൻഡ് ഹോൾഡ് പറയുമ്പോൾ ഇവിടെ ബിക്സ്ബി ആണ് വരുന്നത്. ഇവിടെ പവർ ഓഫ് മെനു ആണ് വരുന്നത്. അതേമാതിരി നമുക്ക് ഇവിടെ പവർ ബട്ടണിൽ ഡബിൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആക്ഷൻ എടുക്കേണ്ടത് അത് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. ഇപ്പം ഞാൻ കാൽക്കുലേറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ പവർ ബട്ടൺ അമർത്തുമ്പോൾ പവർ ഓഫ് റീസ്റ്റാർട്ട് എമർജൻസി കോളാണ് വരുന്നത്. അതേമാതിരി ഞാൻ ഡബിൾ പ്രസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, കാൽക്കുലേറ്റർ ആക്ടിവേറ്റ് ആയി. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ട്രിക്ക് നോക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ സാംസങ് ഗാലക്സി S21 FEയുടെ കുറച്ച് മോഷൻ ആൻഡ് ഗെസ്റ്റേഴ്സ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്കിവിടെ അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോഷൻ ആൻഡ് ഗെസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ കുറേ ഓപ്ഷൻസ് കാണാൻ കിട്ടും. അപ്പോൾ ഇത് ഓരോരോ ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോണില്ല, ബിക്കോസ് കാണിക്കുകയെന്ന് വെച്ചാൽ ഓരോരോ ഓപ്ഷൻസ് കാണിക്കുകയെന്ന് വെച്ചാൽ കുറേ ടൈം പിടിക്കും. അതുകൊണ്ട് ചെറുതായിട്ട് ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ലിഫ്റ്റ് വേക്ക് പറയുമ്പോൾ നമ്മുടെ സ്ക്രീൻ ഓഫായിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഫോൺ എടുക്കുമ്പോൾ നമ്മുടെ സ്ക്രീൻ ഓൺ ആവുന്നതാണ്. അതേമാതിരി ഡബിൾ ടാപ്പ് ടു ടേൺ ഓൺ സ്ക്രീൻ, നമ്മുടെ സ്ക്രീൻ ഓഫായിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഡബിൾ ടാപ്പ് ഹോം സ്ക്രീനിൽ അടിക്കുമ്പോൾ ഫോണിൻ്റെ സ്ക്രീൻ ഓൺ ആവും. അതേമാതിരി ഡബിൾ ടാപ്പ് ടു ടേൺ ഓഫ് സ്ക്രീൻ പറയുമ്പോൾ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ
സ്ക്രീന് ഓഫ് ആവും. അതേമാതിരി കീപ് സ്ക്രീൻ ഓൺ വൈൽ വീവിങ് മീൻസ് നമ്മൾ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ 15 സെക്കൻഡ്സൊക്കെ ഇല്ലെങ്കിൽ 5-10 സെക്കൻഡ്സൊക്കെ നമ്മൾ ടൈമർ വയ്ക്കുമല്ലോ, സ്ക്രീൻ ഓഫ് ടൈം. അപ്പോൾ അത് വെക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രീൻ ഓട്ടോമാറ്റിക്കലി നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാലും ഇല്ലെങ്കിലും അത് സ്ക്രീൻ ഓഫ് ആക്കും. പക്ഷേ ഈ കീപ് സ്ക്രീൻ ഓൺ വൈൽ വീവിങ് ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിനെ ഡിറ്റക്റ്റ് ചെയ്യും ഇതിൻ്റെ ക്യാമറ. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്ക്രീൻ ഒരിക്കലും ഓഫ് ആവില്ല. അതേമാതിരി അലേർട്ട് വൺ ഫോൺ പിക്ഡ് അപ്പ്. അപ്പോൾ നമുക്ക് മിസ് കോൾ ഉണ്ട് അല്ലെങ്കിൽ മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോണ് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ചെറുതായിട്ട് വൈബ്രേഷൻ അടിക്കും. അതേമാതിരി മ്യൂട്ട് വിത്ത് ഗെസ്റ്റേഴ്സ്, നമ്മൾ കോൾ വല്ലതും വരികയാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഫോണിൻ്റെ മേലെ ഇങ്ങനെ കൈ വയ്ക്കുമ്പോൾ ഫോണ് മ്യൂട്ടാവും. അതേമാതിരി നമ്മുടെ ഫോണിൽ വരും കോൾ വരികയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് മ്യൂട്ടാവും. അപ്പോൾ നമുക്ക് മീറ്റിങ്ങിലൊക്കെ വല്ലതുമാണെങ്കിൽ നമുക്ക് ഫോണിൽ ബെല്ലടിക്കുകയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒന്ന് വെറുതെ ആക്കിയാൽ വെച്ചാൽ മതി, ഫോണിൻ്റെ റിങ്ങിങ് ഓഫ് ആവും. അടുത്തതാണ് പാം സ്വൈപ്പ് ടു ക്യാപ്ചർ. ഇപ്പോൾ ഇന്നലെ ഞാൻ കാണിച്ചെന്നില്ലേ നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്രീൻഷോട്ട് എടുക്കണതാണെന്ന്. അപ്പോൾ അത് നമുക്ക് ഈ ഓപ്ഷൻ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ട് ഈ മോഷൻ ആൻഡ് ഗെസ്റ്റേഴ്സിൽ. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ടേൺ ഓൺ ആക്കി വയ്ക്കുക. എല്ലാം ടേൺ ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യമുള്ളത് മാത്രം ടേൺ ഓൺ ആക്കി വെക്കുക. ഇനിയിപ്പോൾ അടുത്ത സെറ്റിങ്സ് നോക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഹോം സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ സെറ്റിങ്സ് ഉണ്ടാവും. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഹോം സ്ക്രീൻ ലേഔട്ട് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ ആപ്ലിക്കേഷനും നമ്മുടെ ഹോം സ്ക്രീനിൽ വേണം, പക്ഷേ ആപ്പ് ഡ്രോയർ ഒന്നും വേണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ഓൺ ആക്കി വെക്കുക. എന്നിട്ട് അപ്ലൈ കൊടുക്കുമ്പോൾ നമുക്ക് ഹോം സ്ക്രീനിൽ തന്നെ എല്ലാ ആപ്ലിക്കേഷൻസും ഉണ്ടാവും. നമുക്ക് ആപ്പ് ഡ്രോയർ ഉണ്ടാവില്ല, കണ്ടില്ലേ, നമുക്ക് ആപ്പ് ഡ്രോയർ ഇല്ല. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്കത് ഓണാക്കി വെക്കാൻ പറ്റും. വേറെ സെറ്റിങ്സ് ആഡ് ന്യൂ ആപ്സ് ടു ഹോം സ്ക്രീൻ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷന് പ്ലേ സ്റ്റോറിന് ഡൗൺലോഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ എല്ലാം ഹോം സ്ക്രീനിൽ വന്നിരിക്കും. അപ്പോൾ ഞാനിത് ഓഫാക്കി വെച്ചിരിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ആപ്ലിക്കേഷനും കൂടി ഹോം സ്ക്രീനിൽ വന്നിരിക്കുമ്പോൾ അത്ര വൃത്തിയായി തോന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഓഫാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഇത് ഓണാക്കി വയ്ക്കുക. അതേമാതിരി ഹൈഡ് ആപ്സ് ഓൺ ഹോം സ്ക്രീൻ ആൻഡ് ആപ്പ് സ്ക്രീൻ. ഇപ്പോൾ ഇത് എൻ്റെ ഫോണിൽ ആക്ടിവേറ്റഡ് അല്ല, ബിക്കോസ് ഞാനിവിടെ ഗുഡ് ലോക്കിൻ്റെ ഒരു ഇൻറ്റർഫേസാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇവിടെ കാണാത്തത്. നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ ഉണ്ടാവും. അപ്പോൾ ഹൈഡ് ആപ്സ് ആൻഡ് ഹോം സ്ക്രീൻ ആപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് വെക്കണമെങ്കിൽ അത് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. സ്വൈപ്പ് ഡൗൺ ഫോർ നോട്ടിഫിക്കേഷൻ പാനൽ. ഇത് നല്ലൊരു ഫീച്ചറാണ്, ബിക്കോസ് നമ്മുടെ കൈ അത്രയ്ക്കും മേലേക്കൊന്നും എത്തില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ പാനൽ നമ്മൾ ഏത് ഭാഗത്തുനിന്ന് സ്ക്രീൻ ഇങ്ങനെ താഴ്ത്തേക്ക് ആക്കുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ പാനൽ ഇങ്ങനെ താഴ്ത്തേക്ക് വരുന്നതാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ഓണാക്കി വെച്ചോളൂ. നമുക്ക് ഡയലറിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ഡയലറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 3 ഡോട്ട് ഉണ്ട്, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് നമ്പേഴ്സ് ഉണ്ടാവും. നമുക്ക് ആരെങ്കിലും നമ്പർ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും ഇവിടുന്ന്. അതേമാതിരി കോളർ ഐ ഡി ആൻഡ് സ്പാം പ്രൊട്ടക്ഷൻ. ഇപ്പോൾ നമുക്ക് സ്പാം കോൾസ് വല്ലതും വരികയാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പാം കോൾസൊക്കെ തടയും നമ്മുടെ സാംസങ് ഗാലക്സി S21 FE. പിന്നെ ബിഗ് സ്പീഡ് ടെക്സ്റ്റ് ടു കോൾ ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കി, ശരിക്കും വർക്ക് ചെയ്യുന്നില്ല എൻ്റെ ഫോണിൽ. അത് ഞാൻ പിന്നെ പറയാം വേറെ വീഡിയോയിൽ. പിന്നെ റെക്കോർഡ് കോൾസ് നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ആരെങ്കിലും കോൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ വിത്തൗട്ട് വാർണിംഗ് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. ഇപ്പോൾ റെക്കോർഡ് കോൾസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരുടെയൊക്കെ കോൾ വരുന്നു അതവരുടെ കോളൊക്കെ നമുക്കിതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ റെക്കോർഡഡ് കോൾസ് ആരുടെയൊക്കെ കോൾ നമ്മൾ റെക്കോർഡാക്കിയിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേമാതിരി ഇവിടെ കോൾ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. കോൾ ബാക്ക്ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറ്റും കോളിൻ്റെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് വേണമെങ്കിൽ ഇത് വെക്കാൻ പറ്റും, ഇപ്പോൾ കണ്ടില്ലേ. അതേമാതിരി ഇത് വേണ്ടെങ്കിൽ ഇത് വെക്കാൻ പറ്റും, ഇത് വേണ്ടെങ്കിൽ ഇത് വെക്കാൻ പറ്റും, നമുക്ക് കണ്ടില്ലേ. അപ്പോൾ ഇതുമാതിരിയൊക്കെ നമുക്ക് ആരെങ്കിലും കോൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആനിമേഷൻ നമുക്ക് കാണിക്കും. അപ്പോൾ അത് വെക്കണമെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും. ഇനി ബാക്ക് പോയി കഴിഞ്ഞിട്ട് കോളർ ഇൻഫോർമേഷൻ നമ്മൾ അവരുടെ ഫോട്ടോ ഒക്കെ സേവ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഇമേജ് വരുമ്പോൾ ലാർജ് വേണോ സ്മോൾ വേണോ നമുക്ക് വെക്കാൻ പറ്റും. അതേമാതിരി ഷോ കോൺടാക്ട്സ് ഫോൺ നമ്പേഴ്സ്. ഇപ്പോൾ നമുക്ക് ആരെങ്കിലും ഫോൺ വരികയാണെന്ന് വെച്ചാൽ ഇതിന് അടിയിൽ കോൺടാക്ട് നമ്പറും വരുമല്ലോ, അത് ഹൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ല, പേര് മാത്രമേ വരുന്നുള്ളൂ. അതേമാതിരി ഷോ എക്സ്ട്രാ ഡീറ്റെയിൽസ്. അപ്പോൾ എക്സ്ട്രാ ഡീറ്റെയിൽസ് പറഞ്ഞാൽ നമ്മൾ ആ ആൾ ലാസ്റ്റ് എന്നാണ് കോൾ ചെയ്തത് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. അത് വേണമെങ്കിൽ ഓഫ് അല്ലെങ്കിൽ ഓൺ ആക്കി വെക്കാൻ പറ്റും. നമുക്ക് ഓപ്ഷൻ ഇത് കോൾ അലേർട്ട്സ് ആൻഡ് റിംഗ് ടോൺസ്. നമുക്ക് ഇവിടെ റിംഗ് ടോൺസും അലേർട്ട്സും ഒക്കെ മാറ്റാൻ പറ്റും. അതിപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ എങ്ങനത്തെ റിംഗ് ടോണാണ് വെക്കേണ്ടത് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ആൻസറിങ് ആൻഡ് എൻഡിങ് കോൾസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീഡ് കോളേഴ്സ്
നെയിം എലൗഡ്. ഇപ്പോൾ ആരെങ്കിലും കോൾ വരികയാണെന്ന് വെച്ചാൽ അപ്പോൾ അവരുടെ പേര് വായിച്ചിട്ടാവും നമുക്ക് ബെല്ലടിക്കുന്നത്. അപ്പോൾ ഇത് ഓണാക്കി വെക്കുക. അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ഫോൺ ദൂരത്തെ ആണെങ്കിൽ ആരാണ് ഫോൺ വരുന്നത് അവരുടെ ഫോൺ വരേണ്ട മുമ്പേ നമുക്ക് പേര് വായിച്ച് കേൾപ്പിക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് റിംഗ് ടോൺ അടിക്കുക. അപ്പോൾ ആൻസർ ഓട്ടോമാറ്റിക്കലി പ്രസ് വോളിയൂം അപ്പ് ടു ആൻസർ കോൾസ്. വോളിയൂം അപ്പ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കോൾ ആവും. അതേമാതിരി സൈഡ് ബട്ടൺ ടു എൻഡ് ബട്ടൺസ്. ഇപ്പോൾ സൈഡ് ബട്ടൺ ആകുമ്പോഴത്തേക്ക് കോൾ എൻഡ് ചെയ്യാൻ പറ്റും. ഈ ഫീച്ചർ വേണമെങ്കിൽ നമുക്ക് ഓണാക്കി വെക്കാം. അതുമാതിരി നമുക്ക് ആരെങ്കിലും കോൾ വരികയാണെങ്കിൽ നമ്മൾ അവരുടെ കോൾ ഡിക്ലൈൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ പേഴ്സണലായിട്ട് മെസ്സേജ് വെക്കാൻ പറ്റും. അപ്പം നമ്മൾ ഡിക്ലൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക്കലി അവരുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കും. പ്ലീസ് ടെക്സ്റ്റ് മീ, ക്യാൻ യു കോൾ ബാക്ക് ലേറ്റർ, ഐ വിൽ കോൾ യു ബാക്ക്. ഇല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലൈസ്ഡ് ആയ മെസ്സേജ് ഇവിടെ എഴുതി വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആരെങ്കിലും കോൾ ഡിക്ലൈൻ ചെയ്താൽ ഇങ്ങനത്തെ മെസ്സേജ് ആവും പോവുക. ഇപ്പോൾ അടുത്ത സെറ്റിങ്സ് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ 2 ആപ്ലിക്കേഷൻ ഒരുമിച്ച് ഉപയോഗിക്കണമെങ്കിൽ മീൻസ് സ്പ്ലിറ്റായിട്ട് നമുക്ക് 2 ആപ്ലിക്കേഷനും ഉപയോഗിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിന് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഫോർ എക്സാമ്പിൾ ഈ കോൾ സെറ്റിങ്സിൻ്റെ ആപ്ലിക്കേഷൻ എനിക്ക് സ്പ്ലിറ്റ് വിൻഡോ ആയിട്ട് യൂസ് ചെയ്യണം, കണ്ടില്ലേ? അതേമാതിരി എനിക്ക് വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ എനിക്കിവിടെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യണം. അപ്പോൾ കാൽക്കുലേറ്ററും ഈ 2 ആപ്ലിക്കേഷനും കൂടി എനിക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റും. അടുത്ത സെറ്റിങ്സ് നോക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര പേര് ഡോൾബി അറ്റ്മോസ് യൂസ് ചെയ്യുന്നുണ്ട്? എനിക്കറിയില്ല എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ ഡോൾബി അറ്റ്മോസ് ഫീച്ചർ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഹെഡ്ഫോൺ വെച്ചിട്ടാണോ മൂവീസ് കാണണോ അല്ലെങ്കിൽ പാട്ട് കേൾക്കണോ, അപ്പോൾ ആ ഡോൾബി അറ്റ്മോസിൻ്റെ ഫീച്ചർ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഡോൾബി അറ്റ്മോസ് ഇവിടെ ഓണാക്കി വെക്കുക. ഓണാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണാനുണ്ട്. ഓട്ടോ, മൂവി, മ്യൂസിക്, വോയിസ്. ഇപ്പോൾ നിങ്ങൾ ന്യൂസ് ചാനൽസോ അല്ലെങ്കിൽ ഡിബേറ്റ് വല്ലതും കാണുക വെച്ചാൽ ഇതിൽ ഓണാക്കി വെക്കുക. അപ്പോൾ കുറച്ചുകൂടി ആ സ്പീച്ചൊക്കെ ഒന്നും കൂടി ക്ലിയറായി കേൾക്കാൻ പറ്റും. അതേമാതിരി പാട്ട് കേൾക്കാൻ വെച്ചാൽ മ്യൂസിക് ഓണാക്കി വെക്കുക. ഫോണിൽ വല്ല മൂവീസ് കാണുക വെച്ചാൽ ഇവിടെ ഓണാക്കി വയ്ക്കുക. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ബെസ്റ്റ് സൗണ്ട് എക്സ്പീരിയൻസ് ആവും നമുക്ക് കിട്ടുക. അപ്പോൾ ഇതെന്തെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു സ്പെഷ്യൽ ഫീച്ചറാണ്. അത് എസ് സീരീസ് ഫോൺസിൽ മാത്രമേ കാണാൻ കിട്ടുള്ളൂ. എം സീരീസ് ആയിക്കോട്ടെ, എ സീരീസ് ആയിക്കോട്ടെ, എഫ് സീരീസ് ആയിക്കോട്ടെ, അതിലൊന്നും ഈ ഡെക്സ് മോഡിൻ്റെ ഓപ്ഷൻ കാണാൻ കിട്ടില്ല. അപ്പോൾ ഈ ഡെക്സ് മോഡ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിനെ ഒരു കമ്പ്യൂട്ടറാക്കി മാറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ലാപ്ടോപ്പായിട്ട് കണക്ട് ചെയ്യുക ഇല്ലെങ്കിൽ ടി വി ആയിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിനെ നമുക്ക് കമ്പ്യൂട്ടറായിട്ട് മാറ്റാൻ പറ്റും. നമ്മുടെ ഫോണിൻ്റെ ആപ്ലിക്കേഷനൊക്കെ വലിയ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഉണ്ടാക്കുന്നതാണ്. അടുത്ത ഫീച്ചർ പറഞ്ഞു തരാൻ പോകുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചറാണ്. ഇതെന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. ആദ്യം നമ്മുടെ ഫോണിൽ വല്ലതും കേട് വരികയെന്ന് വെച്ചാൽ ലൈക്ക് മൈക്ക് കേട് വന്നു അല്ലെങ്കിൽ ക്യാമറ കേട് വന്നു, അങ്ങനത്തെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുകൊടുക്കും. അപ്പോൾ ചില സർവീസ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഡാറ്റാസൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മുടെ ഗാലറിയിൽ പോയിട്ട് നമ്മുടെ ഫോട്ടോസൊക്കെ അവർ ചിലപ്പോൾ നോക്കും, ചിലപ്പോൾ നമ്മുടെ കോൺടാക്ട്സൊക്കെ ആക്സസ് ചെയ്യും. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മൾ അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് ബാറ്ററി ആൻഡ് ഡിവൈസ് കെയറിൽ പോവുക. ബാറ്ററി ആൻഡ് ഡിവൈസ് കെയറിൽ പോയിട്ട് താഴത്ത് പോവുക. മെയിൻ്റെനൻസ് മോഡ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ടേൺ ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ബാക്കപ്പ് ചെയ്യാൻ നിങ്ങളുടെ ഡാറ്റ, പിന്നെ ടേൺ ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ സർവീസ് ചെയ്യുന്ന ആൾക്ക് നമ്മുടെ ഫോട്ടോസ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഫോൺ സർവീസ് സെൻറ്ററിൽ കൊടുക്കേണ്ട മുമ്പ് ടേൺ ഓൺ ആക്കി വെക്കുക. അതേമാതിരി നമുക്ക് ഡയഗ്നോസ്റ്റിക്സ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ എന്തെങ്കിലും കേടുണ്ടോ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ലൈക്ക് മൈക്കിൽ വല്ലതും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ വല്ലതും പ്രശ്നമുണ്ടോ, സ്പീക്കറിൽ വല്ലതും പ്രശ്നമുണ്ടോ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഫോൺ ഡയഗ്നോസ്റ്റിക്സിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫോൺ ഡയഗ്നോസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിൽ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നുണ്ടോ, മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ ഒക്കെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അതേമാതിരി നമുക്ക് ആപ്പ് ബാറ്ററി ആൻഡ് യൂസേജ് ഡയഗ്നോസ്റ്റിക്സ്. അപ്പോൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഡ്രെയിൻ ചെയ്യുന്നുണ്ടോ, നന്നായിട്ട് ഡ്രെയിൻ ചെയ്യുന്നുണ്ടോ, അത് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണിക്കും. ഇപ്പോൾ എൻ്റെ ഫോണിൽ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനും ഇല്ല. അടുത്തതാണ് ആപ്പ് സേഫ്റ്റി ഡയഗ്നോസ്റ്റിക്സ്. ഇപ്പോൾ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് കുറയ്ക്കുന്നുണ്ടോ, അതോ സെക്യൂരിറ്റിയിൽ മീൻസ് വൈറസ് വല്ലതും ആ ആപ്ലിക്കേഷനിലുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഫോണിൽ ഒന്നും കാണാനില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫോണിലൊന്ന് പോയി ചെക്ക് ചെയ്യുക. ഓക്കെ, ഇതായിരുന്നു കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഓഫ് സാംസങ് ഗാലക്സി S21 FE. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്